ചെയ്യാൻ പോകുന്നത് ഉഴുന്നൊന്നും അരക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വടേൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വടയും കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ റവ ഞാൻ വറുത്തിട്ടൊന്നുമില്ല. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റവ ഞാൻ ആ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് വേണ്ടത്. പിന്നെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് പെപ്പറാണ്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു വടക്ക് ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മാവ് പരുവത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പ് തന്നെ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഇതിൻ്റെ കട്ടകൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഈ തൈര് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ തൈര് കംപ്ലീറ്റ് നമുക്ക് ആവശ്യം വരില്ല. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം, കട്ടിയായി പോകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് തൈര് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു കൃത്യമായിട്ടുള്ള അളവില്ല. നിങ്ങൾ എടുക്കുന്ന റവക്കനുസരിച്ചിട്ട് തൈരിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് വട റെഡിയാക്കി എടുക്കാം. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ്. ഇനി നമുക്ക് വട റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 കൈയിലും കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ പോർഷൻ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വടൻ്റെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നടുവിലൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഒരു വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ വടകളും നമുക്ക് റെഡിയാക്കി എടുക്കണം. വട ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വട ഇട്ട് കൊടുക്കാം. വട ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള മാവ് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി തീരും. ഈ ഒരു വടൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആകുന്ന സമയത്ത് ഞാൻ ആ മാവ് മൊത്തം ഇതുപോലെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. എല്ലാം അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. നല്ല ചട്നിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും അല്ലേ. ഉഴുന്നൊന്നും അരച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്